നഗരത്തിന്റെ മധ്യഭാഗത്ത് തിളങ്ങി നിൽക്കുന്ന ബ്ലൂ ഓർക്കിഡ് ബിസ്ട്രോയുടെ വലിയ ഗ്ലാസ് വാതിലുകൾ രാവിലെ 7 മണിക്ക് തുറക്കുമ്പോൾ അകത്തേക്ക് കടക്കുന്നവർക്ക് ആദ്യം കിട്ടുന്നത് കാപ്പിയുടെ ചൂടേറിയ മണവും പുതുതായി ചുട്ട ബ്രെഡിന്റെ ഗന്ധവുമാണ്. പക്ഷേ ആ സുഗന്ധത്തിനകത്ത് ഒളിഞ്ഞിരുന്നത് ഒരു യുവതിയുടെ മൗനവേദനയായിരുന്നു. അവളുടെ പേര് മാളവിക. 26 വയസ്സുള്ള അവൾ ഓരോ ദിവസവും നീല ആപ്രോൺ കെട്ടി മുഖത്ത് ക്ഷീണം മറച്ച ഒരു പുഞ്ചിരി പതിപ്പിച്ച് ഇടത് കൈയിൽ കട്ടിയുള്ള ബാൻഡേജ് പൊതിഞ്ഞ നിലയിൽ ജോലിക്കെത്തും. 3 ആഴ്ച മുമ്പുണ്ടായ ഒരു അപകടത്തിൽ അവളുടെ കൈയിലെ അസ്ഥി പൊട്ടിയിരുന്നു. ഡോക്ടർ കുറഞ്ഞത് 1 മാസം വിശ്രമം നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും ജീവിതം അവൾക്ക് അത്ര സൗകര്യം നൽകിയിരുന്നില്ല. വീട്ടിൽ അസുഖബാധിതയായ അമ്മ സുമിത്രയും കോളേജിൽ പഠിക്കുന്ന സഹോദരൻ നിരഞ്ജനും അവളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. വീടിന്റെ വാടകയും മരുന്നിനുള്ള ചെലവും വൈദ്യുതി ബില്ലും എല്ലാം അവളുടെ ശമ്പളത്തിൽ നിന്നാണ് പോകുന്നത്. അതിനാൽ വേദന അവൾക്ക് ഒരു വിശ്രമമല്ല, മറിച്ച് അത് സഹിക്കേണ്ട ഒരു നിർബന്ധമാണ്. അവൾ രാവിലെ ജോലിക്കെത്തുമ്പോൾ അടുക്കളയിൽ പാത്രങ്ങളുടെ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കും. സ്റ്റാഫ് ഓരോരുത്തരും തിരക്കിൽ മുഴുകിയിരിക്കും. എന്നാൽ അവളുടെ മനസ്സിൽ എല്ലായ്പ്പോഴും ഒരു ചെറിയ ഭയമുണ്ടായിരുന്നു. കാരണം ബ്ലൂ ഓർക്കിഡ് ബിസ്ട്രോയുടെ പുതിയ മാനേജർ വിഷ്ണുപ്രസാദ് അധികാരം കാണിക്കാനാണ് ഇവിടെ വന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായിരുന്നു. കർശനമായ മുഖഭാവവും കടുത്ത ശബ്ദവുമുള്ള അയാൾ സ്റ്റാഫിനോട് സംസാരിക്കുമ്പോൾ ഒരു മേൽക്കോയ്മയുടെ കണിക പോലും മറച്ചുവെക്കാറില്ല. സ്റ്റാൻഡേർഡ് എന്ന വാക്ക് അയാളുടെ വായിൽ നിന്ന് ദിവസത്തിൽ 10 തവണയെങ്കിലും പുറത്തുവരും. പക്ഷേ ആ സ്റ്റാൻഡേർഡിന്റെ അർത്ഥം ജീവനക്കാരുടെ മാന്യതയെ തകർക്കലാണെന്ന് പലർക്കും തോന്നിയിരുന്നു. മാളവികയ്ക്ക് കൈവേദന കൂടുതലായ ദിവസങ്ങളിലും അവൾ ട്രേ എടുത്ത് ഓരോ മേശയിലും ഭക്ഷണം എത്തിക്കും. ചൂടുള്ള കാപ്പിക്കപ്പുകൾ പിടിക്കുമ്പോൾ വിരലുകൾ അറിയാതെ വിറച്ചുപോകും. എന്നാൽ അവൾ അത് മറയ്ക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ വേദന മൂർച്ഛിക്കുമ്പോൾ അവൾ അടുക്കളയിലെ ചുവരിലൊന്ന് ചാരി നിൽക്കും. പക്ഷെ അപ്പോഴേക്കും വിഷ്ണുപ്രസാദിന്റെ ശബ്ദം കേൾക്കും. ഇവിടെ വിശ്രമിക്കാൻ വന്നതാണോ എന്ന ചോദ്യം അവൾക്കൊരു ശാസനയായി തോന്നി. അവൾ ഉടനെ നേരെ നിൽക്കും. ക്ഷമിക്കണം സർ എന്ന് പതുക്കെ പറയും. അതിൽ പ്രതിഷേധമില്ല. കാരണം പ്രതിഷേധത്തിന് വില കൊടുക്കാൻ അവൾക്ക് കഴിയില്ലായിരുന്നു. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് തിരക്ക് കൂടിയപ്പോൾ അവളുടെ കയ്യിൽ നിന്നും ഒരു ട്രേ അല്പം തെന്നി മാറിപ്പോയി. കപ്പിന്റെ അടിഭാഗം മേശയിൽ തട്ടി ശബ്ദമുണ്ടായി. ഉപഭോക്താവ് ഒന്നും പറഞ്ഞില്ലെങ്കിലും വിഷ്ണുപ്രസാദ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞു, ഇങ്ങനെ അശ്രദ്ധയോടെ ജോലി ചെയ്താൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ കത്തി പോലെ തട്ടിയെങ്കിലും അവൾ തലകുനിച്ചു നിന്നു. സഹപ്രവർത്തകർ മാറി മാറി നോക്കി. പക്ഷെ ആരും ഒന്നും പറയാൻ ധൈര്യപ്പെട്ടില്ല. കാരണം അവർക്കും ജോലി വേണമായിരുന്നു. മാളവികയുടെ ദിവസങ്ങൾ അങ്ങനെ തന്നെ കടന്നു പോവുകയായിരുന്നു. രാവിലെ വേദന സഹിച്ച് ജോലിക്ക് വരും, അപമാനം സഹിക്കും. വൈകിട്ട് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അമ്മയുടെ മരുന്ന് വാങ്ങും, സഹോദരന്റെ പഠന ഫീസിനെ കുറിച്ച് ചിന്തിക്കും. രാത്രി ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ കൈയുടെ വേദനയിൽ ഉറക്കമില്ലാതെ കിടക്കും. പക്ഷേ അടുത്ത ദിവസം വീണ്ടും എഴുന്നേറ്റ് അതേ പാത പിന്തുടരും. അവൾക്ക് തന്റെ ജീവിതം ഒരു അടച്ച വാതിലിന്റെ മുന്നിൽ നിൽക്കുന്നത് പോലെയാണ്. തുറക്കാൻ ശ്രമിച്ചാൽ പിന്നിൽ കുടുംബത്തിന്റെ ചുമതലകൾ പിടിച്ചു നിർത്തും. വിഷ്ണുപ്രസാദ് അവളോട് ഇത്ര കടുപ്പം കാണിക്കുന്നത് എന്തിനാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ അയാൾ അവളെ നോക്കുമ്പോൾ അവളിൽ ഒരു അസ്വസ്ഥത കണ്ടിരിക്കാം. അവൾ ദുർബലയാണെന്ന ധാരണ അയാളെ കൂടുതൽ അധികാരം കാണിക്കാൻ പ്രേരിപ്പിച്ചിരിക്കാം. അല്ലെങ്കിൽ അവളുടെ മൗനം തന്നെ അയാളെ കൂടുതൽ കഠിനനാക്കുന്നുണ്ടാകാം. പക്ഷേ മാളവിക അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയം കണ്ടെത്തിയില്ല. കാരണം അവൾക്ക് ഓരോ നിമിഷവും പിടിച്ചു നിൽക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. ഒരു വൈകുന്നേരം ഷിഫ്റ്റ് അവസാനിക്കാൻ കുറച്ചു സമയം മാത്രം ബാക്കി നിൽക്കുമ്പോൾ കയ്യിലെ വേദന അതിവേഗം പടർന്നു. ട്രേ പിടിച്ചിരുന്ന വിരലുകൾ പെട്ടെന്ന് വേദന കൊണ്ട് പൊളഞ്ഞു. അവൾക്ക് ആ നിമിഷം ശ്വാസം പോലും കിട്ടാൻ ബുദ്ധിമുട്ടായി. പക്ഷേ അതേസമയം വിഷ്ണുപ്രസാദ് അവളുടെ അടുത്തെത്തി. ഇത് സ്റ്റാൻഡേർഡ് കൂടിയ ഹോട്ടലാണ്, സഹതാപം പിടിച്ചുപറ്റാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല എന്ന വാക്കുകൾ കേട്ട് അവളുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. പക്ഷേ അവൾ അത് പുറത്ത് കാണിച്ചില്ല. കാരണം അവൾക്കറിയാം, കണ്ണീർ കാണിച്ചാൽ അത് കൂടുതൽ ദുർബലതയായി കണക്കാക്കപ്പെടുമെന്ന്. ആ രാത്രി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവൾ ബസിന്റെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. നഗരത്തിന്റെ ലൈറ്റുകൾ ചിലത് തെളിഞ്ഞും ചിലത് അണഞ്ഞും കൊണ്ടിരുന്നു. അവളുടെ മനസ്സും അതുപോലെ ആശയക്കുഴപ്പത്തിലായിരുന്നു. ഇത് എത്ര ദിവസം കൂടി ഇങ്ങനെ പോകും എന്ന ചോദ്യം അവൾക്കുള്ളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. പക്ഷേ മറുപടി കിട്ടിയില്ല. വീട്ടിലെത്തി അമ്മയുടെ മരുന്ന് കൊടുത്തു. സഹോദരന്റെ പഠനത്തിൽ ശ്രദ്ധിച്ചു. എല്ലാം സാധാരണ പോലെ തുടരാൻ ശ്രമിച്ചു. എന്നാൽ ഉള്ളിൽ ഒരു മനസ്സംഘർഷം വളർന്നുകൊണ്ടിരുന്നു. അടുത്ത ദിവസം വീണ്ടും ജോലിക്കെത്തിയപ്പോൾ അവൾക്കറിയാമായിരുന്നു, ആ സ്ഥലം അവൾക്ക് വെറും ജോലി സ്ഥലം മാത്രമല്ല, ഒരു പരീക്ഷണ വേദി കൂടിയാണ്. അവിടെ ഓരോ ദിവസവും അവളുടെ സഹനവും ആത്മാഭിമാനവും പരീക്ഷിക്കപ്പെടുന്നു. പക്ഷേ അവൾക്ക് ഒരു കാര്യം വ്യക്തമായിരുന്നു, അവൾ ഒരു മോഷ്ടാവല്ല, അവൾ ദുർബലയല്ല,
അവൾക്ക് വേദനയുണ്ടെങ്കിലും അത് അവളുടെ സത്യസന്ധതയെ ചോദ്യം ചെയ്യാൻ ഒരിക്കലും കാരണമാവില്ല. ബ്ലൂ ഓർക്കിഡ് ബിസ്ട്രോയുടെ തിളക്കമുള്ള ലൈറ്റുകൾക്ക് കീഴിൽ ആ ദിവസം സാധാരണ പോലെ തുടങ്ങിയെങ്കിലും മാളവികയുടെ ഉള്ളിൽ എന്തോ മാറിക്കൊണ്ടിരുന്നു. അവൾക്ക് അറിയില്ലായിരുന്നു അടുത്ത ദിവസങ്ങൾ അവളുടെ ജീവിതത്തെ എത്രത്തോളം മാറ്റിമറിക്കുമെന്ന്. വിധി ഇതിനകം തന്നെ ഒരു പുതിയ അധ്യായം തുറക്കാൻ ഒരുങ്ങിയിരുന്നു. അവളുടെ ഒടിഞ്ഞ കൈക്കപ്പുറം ഒളിഞ്ഞിരുന്ന ശക്തിയെ ലോകം കാണാൻ പോകുന്ന നിമിഷം അടുത്തു തന്നെ എത്തിയിരുന്നു. ബ്ലൂ ഓർക്കിഡ് ബിസ്ട്രോയുടെ ഉച്ചതിരിഞ്ഞ സമയം സാധാരണയായി ഏറ്റവും തിരക്കേറിയതാണ്. ഗ്ലാസ് വാതിലുകൾ നിരന്തരം തുറന്നും അടച്ചും കൊണ്ടിരിക്കും. പാത്രങ്ങളുടെ ശബ്ദം അടുക്കളയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കും. സ്റ്റാഫുകൾ ഓരോ മേശയിലേക്കും ഓടിക്കൊണ്ടിരിക്കും. അന്ന് ആ തിരക്കിനിടയിൽ വാതിൽ പതുക്കെ തുറന്ന് വെളുത്ത മുണ്ടും ഇളം നിറത്തിലുള്ള ഷർട്ടും ധരിച്ച ഒരു വൃദ്ധൻ അകത്ത് കടന്നു വന്നു. അദ്ദേഹത്തിന്റെ വരവിൽ അവശതയില്ലായിരുന്നു. എന്നാൽ അതിലൊരു ശാന്തതയും ആഴമുള്ള നിരീക്ഷണവും ഉണ്ടായിരുന്നു. കണ്ണുകൾ ഹാളിലുടനീളം മന്ദഗതിയിൽ സഞ്ചരിച്ചു. ഓരോ കോണും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് പോലെ തോന്നി. അദ്ദേഹം ഒരു മേശയിലിരുന്നു. ലളിതമായ ഒരു ഭക്ഷണം ഓർഡർ ചെയ്തു. ആ ടേബിളിലേക്ക് ഭക്ഷണം കൊണ്ടുപോകേണ്ടത് മാളവികയായിരുന്നു. അവൾ ട്രേ എടുത്തപ്പോൾ കയ്യിലെ ബാൻഡേജിനുള്ളിൽ വേദന പതുക്കെ പടർന്നു. എങ്കിലും അവൾ അത് മറച്ചുവെച്ച് മുന്നോട്ട് നടന്നു. മേശയ്ക്ക് സമീപമെത്തി കപ്പ് വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ വിരലുകൾ അല്പം വിറച്ചു. അത് ശ്രദ്ധിച്ച ആ വൃദ്ധൻ മൃദുവായി ചോദിച്ചു, കുഞ്ഞെ, കൈക്കെന്തു പറ്റിയതാ? ആ ശബ്ദത്തിൽ കുറ്റം ചുമത്തലോ അസഹിഷ്ണുതയോ ഇല്ലായിരുന്നു. മറിച്ച് ഒരു സത്യസന്ധമായ പരിഗണനയുണ്ടായിരുന്നു. മാളവിക ഒരു നിമിഷം അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി. അവിടെ കാണപ്പെട്ട കരുണ അവളെ ആശ്വസിപ്പിച്ചു. ഒരു ആക്സിഡന്റ് ആയിരുന്നു സർ. ഡോക്ടർ റെസ്റ്റ് എടുത്താൽ ശരിയാകുമെന്ന് പറഞ്ഞു. അവൾ മറുപടി നൽകി. അപ്പോൾ റെസ്റ്റ് എടുക്കേണ്ടതല്ലേ എന്ന ചോദ്യം കേട്ട് അവൾ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നെ പറഞ്ഞു, പ്രാരാബ്ദം സർ. വീട്ടിൽ ഞാൻ മാത്രമാണ് ജോലിക്ക് പോകുന്നത്. ആ വാക്കുകളിൽ ഒളിഞ്ഞിരുന്ന ക്ഷീണം വൃദ്ധന്റെ ശ്രദ്ധ ആകർഷിച്ചു. അദ്ദേഹം കുറച്ചുനേരം അവളെ നിരീക്ഷിച്ചു, എന്തൊക്കെയോ മനസ്സിൽ ആസൂത്രണം ചെയ്യുന്നത് പോലെ. അതേസമയം അകലെ നിന്ന് വിഷ്ണുപ്രസാദിന്റെ ശബ്ദം കേട്ടു. മാളവിക, കസ്റ്റമേഴ്സിന് മുമ്പിൽ നിൽക്കാനല്ല നീ വന്നിരിക്കുന്നത്. അടുത്ത ടേബിൾ നോക്ക്. അയാളുടെ ശബ്ദത്തിൽ സഹനമില്ലാത്ത കഠിനതയുണ്ടായിരുന്നു. മാളവിക ഉടനെ അവിടെ നിന്നും മാറാൻ ശ്രമിച്ചു. പക്ഷേ വേദന മൂർച്ചയോടെ പടർന്നു. അവൾ പല്ല് കടിച്ച് സഹിച്ചു. വൃദ്ധൻ ആ ചെറിയ വിറയലും മറച്ചുവെച്ച വേദനയും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരു ഗൗരവം തെളിഞ്ഞു. കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും വിളിച്ചു, കുഞ്ഞെ, ഡോക്ടറെ കാണാൻ പോയില്ലേ? അവൾ ചിരിക്കാൻ ശ്രമിച്ചു. പോകണം സർ. കുറച്ചു ദിവസം കഴിഞ്ഞാൽ പോകണം. എന്നാൽ ആ ചിരി യാഥാർത്ഥ്യമല്ലെന്ന് വ്യക്തമായിരുന്നു. വൃദ്ധൻ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ നിശബ്ദതയിൽ ഒരു ചിന്ത നിലനിന്നിരുന്നു. ഹാളിൽ തിരക്ക് കൂടിയപ്പോൾ വിഷ്ണുപ്രസാദ് വീണ്ടും ഒരു ചെറിയ കാരണം കണ്ടുപിടിച്ച് അവളെ എല്ലാവരുടെയും മുന്നിലും ശാസിക്കാൻ തുടങ്ങി. ഇവിടെ സഹതാപം പിടിച്ചുപറ്റാൻ ശ്രമിക്കണ്ട, ജോലി എടുക്കണം. ആ വാക്കുകൾ മാളവികയുടെ ഉള്ളിൽ അടഞ്ഞിരുന്ന വേദന പൊട്ടി പുറത്തുവരാൻ നിർബന്ധിച്ചു. അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. പക്ഷെ അവൾ ശബ്ദം പുറത്തുവിടാതെ അടക്കി പിടിച്ചു. ഉപഭോക്താക്കളുടെ മുന്നിൽ തകർന്നു നിൽക്കാൻ അവൾക്ക് ഇഷ്ടമില്ലായിരുന്നു. വൃദ്ധൻ ആ കാഴ്ച മുഴുവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ അപ്പോൾ വെറും കരുണയല്ല, ഒരു വിധത്തിലുള്ള സ്നേഹവും സഹതാപവും ഉണ്ടായിരുന്നു. ഭക്ഷണം തീർത്ത് ബിൽ ആവശ്യപ്പെട്ടപ്പോൾ മാളവിക വീണ്ടും മേശയിലേക്ക് എത്തി. ബിൽ കൈമാറുമ്പോൾ അവളുടെ കൈ വിറച്ചു. വൃദ്ധൻ പേഴ്സ് എടുക്കാൻ ഷർട്ടിന്റെ പോക്കറ്റിൽ കൈനീട്ടി. പക്ഷെ ആ നിമിഷം അദ്ദേഹം നിശബ്ദനായി നിന്നുപോയി. എന്റെ പേഴ്സ് എന്ന് പതുക്കെ പറഞ്ഞു. മേശപ്പുറവും കസേരയുടെ പക്കലും എല്ലാം പരിശോധിച്ചു. ഞാനിവിടെ വച്ചതാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആ വാക്കുകൾ കേട്ട നിമിഷം വിഷ്ണുപ്രസാദ് ഉടനെ അവിടെ എത്തി. എന്താ സർ, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഹാളിൽ ചെറിയൊരു ആശങ്ക പടർന്നു. ചില ഉപഭോക്താക്കൾ തമ്മിൽ നോക്കി. മാളവിക ആശയക്കുഴപ്പത്തോടെ നിൽക്കുകയായിരുന്നു. ഞാൻ എന്റെ പേഴ്സ് ഇവിടെ വച്ചതാണ്, വൃദ്ധൻ വീണ്ടും പറഞ്ഞു. വിഷ്ണുപ്രസാദ് ചുറ്റും നോക്കി. അയാളുടെ കണ്ണുകൾ നേരെ മാളവികയിലേക്ക് തിരിഞ്ഞു. ആ നോട്ടത്തിൽ സംശയം മാത്രമല്ല, നേരിട്ടുള്ള കുറ്റാരോപണമുണ്ടായിരുന്നു. ഇവിടെ നീയല്ലേ വന്നത് എന്ന് അയാൾ ചോദിച്ചു. മാളവിക വിറച്ചു വിറച്ചു പറഞ്ഞു, അതെ സർ. പക്ഷേ വാചകം പൂർത്തിയാക്കുന്നതിനു മുമ്പ് അയാൾ ശബ്ദമുയർത്തി, ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. ആ നിമിഷം ഹാളിലെ വായു തന്നെ ഭാരമായി തോന്നി. മാളവികയുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. അവൾക്ക് എന്തൊക്കെയോ തെറ്റ് സംഭവിക്കാനിരിക്കുന്നെന്ന തോന്നലുണ്ടായി. വൃദ്ധൻ അപ്പോഴും ശാന്തനായി നിൽക്കുന്നുണ്ടായിരുന്നു. അയാളുടെ കണ്ണുകൾ മാനേജറിന്മേൽ പതിഞ്ഞു. ആ നോട്ടത്തിൽ ഒരു സാധാരണ ഉപഭോക്താവിന്റെ ആശയക്കുഴപ്പം കാണാനില്ല, മറിച്ച് ഒരു നിരീക്ഷകന്റെ കൃത്യതയും ആഴമുള്ള വിലയിരുത്തലും കാണാമായിരുന്നു.
ബ്ലൂ ഓർക്കിഡ് ബിസ്ട്രോയുടെ തിളക്കമുള്ള ലൈറ്റുകൾക്ക് കീഴിൽ ആ നിമിഷം ഒരു സാധാരണ പേഴ്സ് കാണാതായതല്ല, മറിച്ച് ഒരു വലിയ പരീക്ഷണത്തിന്റെ തുടക്കമായിരുന്നു. പക്ഷേ അത് ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല. മാളവികയുടെ ജീവിതം മറ്റൊരു വഴിത്തിരിവിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് അറിയാതെ തന്നെ അവളുടെ ആത്മാഭിമാനം വീണ്ടും പരീക്ഷിക്കപ്പെടാൻ ഒരുങ്ങുകയായിരുന്നു. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി എന്ന് വിഷ്ണുപ്രസാദ് ഉച്ചത്തിൽ പറഞ്ഞ നിമിഷം ബ്ലൂ ഓർക്കിഡ് ബിസ്ട്രോയുടെ അകത്തെ മുഴുവൻ ചലനവും ഒരു നിമിഷത്തേക്ക് നിലച്ചുപോയതുപോലെ തോന്നി. മേശകളിൽ ഇരുന്നിരുന്നവർ തമ്മിൽ തമ്മിൽ നോക്കി. ചിലർ മിണ്ടാതെയും ചിലർ ആകാംക്ഷയോടെയും അവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. മാളവികയുടെ കയ്യിലെ ട്രേ അല്പം വിറച്ചു. അവൾ അതിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചെങ്കിലും ഉള്ളിലെ ഭയം വിരലുകളിലൂടെ പുറത്തേക്ക് വന്നു. സർ, ഞാൻ എടുത്തിട്ടില്ല, അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. പക്ഷേ വിഷ്ണുപ്രസാദിന്റെ കണ്ണുകളിൽ അതിനകം ഒരു വിധി എഴുതപ്പെട്ടിരുന്നു. ഇവിടെ വന്നത് നീ മാത്രമല്ലേ? പേഴ്സ് കാണാതായത് ഇപ്പോഴാണ്. അത് മറ്റാരും എടുക്കാൻ സാധ്യതയില്ലല്ലോ എന്ന അയാളുടെ ചോദ്യം കുറ്റം ചുമത്താനുള്ളതല്ല, കുറ്റം ഉറപ്പിക്കാനുള്ളതായിരുന്നു. ഹാളിൽ നിന്നിരുന്ന സ്റ്റാഫ് ഓരോരുത്തരും തല താഴ്ത്തി നിന്നു. ചിലർ ആശങ്കയോടെ നോക്കി. പക്ഷെ ആരും അവളുടെ പക്ഷത്ത് തുറന്ന് സംസാരിക്കാൻ ധൈര്യം കാണിച്ചില്ല. മാളവിക വീണ്ടും പറഞ്ഞു, സർ, ഞാൻ ഭക്ഷണം മാത്രമേ വച്ചുള്ളൂ, പേഴ്സ് കണ്ടിട്ടു പോലുമില്ല. എന്നാൽ അവളുടെ വാക്കുകൾ അവളുടെ കണ്ണീരിൽ തന്നെ മുങ്ങിപ്പോയി. വിഷ്ണുപ്രസാദ് ശബ്ദമുയർത്തി, നിന്റെ വീട്ടിൽ ബുദ്ധിമുട്ടാണെന്നൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നീ ചെയ്യും. ആ വാക്കുകൾ അവളുടെ ആത്മാഭിമാനത്തെ കുത്തി നോവിച്ചു. അപമാനം പെട്ടെന്ന് രക്തം പോലെ അവളുടെ ഉള്ളിലേക്ക് പടർന്നു. ദയവായി അങ്ങനെ പറയരുത് സർ, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പക്ഷെ അവളുടെ ശബ്ദം ആ ഗംഭീരമായ ഹാളിൽ ചെറുതായി മാത്രം കേട്ടു. ആ നിമിഷം അതുവരെ ശാന്തനായി നിന്നിരുന്ന വൃദ്ധൻ എഴുന്നേറ്റു നിന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു അതിവേഗ പ്രതികരണം കാണാനായില്ല. പക്ഷേ കണ്ണുകളിൽ ഒരു ഉറപ്പ് തെളിഞ്ഞിരുന്നു. മതി എന്ന് അദ്ദേഹം മൃദുവായി പറഞ്ഞു. ആ വാക്ക് മുഴുവൻ ഹാളിലും പ്രതിധ്വനിച്ചു. വിഷ്ണുപ്രസാദ് അദ്ദേഹത്തെ നോക്കി, സർ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പക്ഷേ വൃദ്ധൻ കൈ ഉയർത്തി അയാളെ തടഞ്ഞു. ഞാനെല്ലാം കേട്ടു. പിന്നെ മാളവികയുടെ കണ്ണുകളിലേക്ക് നേരെ നോക്കി. എനിക്ക് ഈ കുട്ടിയെ വിശ്വാസമാണ്. ഇവൾ ഒരിക്കലും ഒന്നും മോഷ്ടിക്കില്ല. അദ്ദേഹത്തിന്റെ ശബ്ദം ഉറച്ചതായിരുന്നു. അതിൽ സംശയത്തിന്റെ ഒരു കണിക പോലും ഇല്ലായിരുന്നു. ആ വാക്കുകൾ കേട്ട നിമിഷം മാളവിക ഞെട്ടി. ഇത്രയും ആളുകളുടെ ഇടയിൽ ഒരാളെങ്കിലും തന്നെ വിശ്വസിക്കുന്നു എന്ന തിരിച്ചറിവ് അവൾക്ക് അപ്രതീക്ഷിതമായ ഒരു ശക്തിയായി. ഇതുവരെ കണ്ണീരടക്കി നിൽക്കുകയായിരുന്ന അവൾ പതുക്കെ തലയുയർത്തി. കണ്ണുകളിൽ വേദനയുണ്ടായിരുന്നെങ്കിലും അവയിൽ ഇപ്പോൾ ഉറച്ച ആത്മവിശ്വാസം തെളിഞ്ഞിരുന്നു. ഞാൻ ഇദ്ദേഹത്തിന്റെ പേഴ്സ് കണ്ടിട്ടുപോലുമില്ല സർ, അവൾ വ്യക്തമായി പറഞ്ഞു. പിന്നെങ്ങനെ ഞാനത് മോഷ്ടിക്കും? നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. ഇദ്ദേഹം ഇവിടെ എത്തിയതിനു ശേഷം ഞാൻ ഹാളിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. എന്റെ ബാഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം. അവളുടെ വാക്കുകൾ വിറയ്ക്കാതെ മുഴങ്ങി. സ്റ്റാഫുകൾ ഒരുമിച്ച് അവളെ നോക്കി. അവർ ഇതുവരെ കണ്ടത് തകർന്നു നിൽക്കുന്ന ഒരാളെ ആയിരുന്നുവെങ്കിലും ഇപ്പോൾ അവൾ ആത്മവിശ്വാസത്തോടെ നിലകൊള്ളുകയായിരുന്നു. വിഷ്ണുപ്രസാദ് ഒരു നിമിഷം മിണ്ടാതെ നിന്നു. അയാൾ പ്രതീക്ഷിച്ചത് കരഞ്ഞ് മിണ്ടാതിരിക്കുന്ന മാളവികയായിരുന്നു. എന്നാൽ ഇപ്പോൾ അയാളുടെ മുന്നിൽ നിൽക്കുന്നത് സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന മാളവികയായിരുന്നു. ശരി, ഞാൻ പരിശോധിക്കാം എന്ന് അയാൾ പറഞ്ഞു. പക്ഷേ ശബ്ദത്തിൽ ആത്മവിശ്വാസം കുറവായിരുന്നു. മാളവിക തന്റെ ബാഗ് മേശപ്പുറത്ത് വെച്ചു. തുറന്നു നോക്കിക്കോളൂ സർ, അവൾ പറഞ്ഞു. ബാഗ് തുറന്ന് പരിശോധിച്ചു. പക്ഷേ ഒന്നും കണ്ടെത്താനായില്ല. വിഷ്ണുപ്രസാദ് ചുറ്റും നോക്കി. ഇവൾ ഒളിപ്പിച്ചിട്ടുണ്ടാകും എന്ന് പറഞ്ഞു. എന്നാൽ അയാളുടെ വാക്കുകൾ അപ്പോൾ ദുർബലമായി കേട്ടു. വൃദ്ധൻ ശാന്തനായി ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇത്ര വേഗത്തിൽ ഇവളെ കുറ്റക്കാരിയാക്കാൻ നോക്കുന്നത്? ആ ചോദ്യം നേരെ അയാളുടെ ഹൃദയത്തിൽ കുത്തിയതുപോലെ തോന്നി. വിഷ്ണുപ്രസാദ് അസ്വസ്ഥനായി. ഇവിടെ വന്നത് ഇവൾ മാത്രമാണ് എന്ന അയാളുടെ മറുപടി അപ്പോൾ ഒരു ന്യായീകരണമായി മാത്രം തോന്നി. മാളവിക വീണ്ടും പറഞ്ഞു, എനിക്ക് ഭയമില്ല സർ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അവളുടെ ശബ്ദത്തിൽ കണ്ണീരുണ്ടായിരുന്നെങ്കിലും ആത്മവിശ്വാസം കൂടുതലായിരുന്നു. ഹാളിൽ നിന്നവർക്ക് അപ്പോൾ ഒരു അസ്വസ്ഥത തോന്നി. കുറ്റം തെളിയിക്കാൻ വേഗം കാണിക്കുന്ന മാനേജറും ശാന്തമായി നിരീക്ഷിക്കുന്ന വൃദ്ധനും തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും വ്യക്തമായി. ബ്ലൂ ഓർക്കിഡ് ബിസ്ട്രോയുടെ തിളക്കമുള്ള ലൈറ്റുകൾക്ക് കീഴിൽ ഒരു സാധാരണ ആരോപണം ഇപ്പോൾ ഒരു വലിയ സംഘർഷമായി മാറി. വിശ്വാസവും അധികാരവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ ആരംഭിച്ചിരുന്നു. മാളവികയുടെ ഉള്ളിൽ അപ്പോൾ ഭയമുണ്ടായിരുന്നില്ല. പക്ഷേ അതിനേക്കാൾ ശക്തമായ ഒന്നുണ്ടായിരുന്നു, സത്യം. ആ സത്യം അവൾ തുറന്നു പറഞ്ഞിരിക്കുന്നു. അവൾ വീണ്ടും ഉറച്ചു നിന്നു. എനിക്ക് മറയ്ക്കാനൊന്നുമില്ല സർ. അവളുടെ വാക്കുകൾ വായുവിൽ കത്തി നിന്നു. വൃദ്ധൻ അവളെ നോക്കി ചെറുതായി തലയാട്ടി. ആ ചെറിയ സമ്മതം അവൾക്ക് കൂടുതൽ ധൈര്യം നൽകി. വിഷ്ണുപ്രസാദ് അപ്പോഴും എന്തൊക്കെയോ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കാരണം കുറ്റം ചുമത്തിയതിനു ശേഷം പിന്മാറാൻ അയാൾ തയ്യാറായിരുന്നില്ല.
എന്നാൽ ഹാളിലെ അന്തരീക്ഷം മാറിയിരുന്നു. സംശയത്തിന്റെ നിഴൽ ഇപ്പോൾ മാനേജറിലേക്ക് പതിയാൻ തുടങ്ങി. ആ നിമിഷം എല്ലാവർക്കും വ്യക്തമായിരുന്നു, ഇത് വെറും പേഴ്സ് അന്വേഷിക്കൽ മാത്രമല്ല, ഒരു മനുഷ്യന്റെ ആത്മാഭിമാനത്തെ പരീക്ഷിക്കുന്ന നിമിഷമാണെന്ന്. ആ പരീക്ഷണത്തിൽ ആരാണ് വിജയിക്കുക എന്നത് അപ്പോഴും വ്യക്തമായിരുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പായിരുന്നു, മാളവിക ഇനി മിണ്ടാതിരിക്കുന്ന പെൺകുട്ടിയല്ല. അവൾ തന്റെ സത്യത്തിനു വേണ്ടി നിലനിൽക്കാൻ തയ്യാറായിരിക്കുകയാണ്. ബ്ലൂ ഓർക്കിഡ് ബിസ്ട്രോയുടെ അകത്ത് അന്ന് ആരംഭിച്ച ആ സംഘർഷം അതിന്റെ യഥാർത്ഥ രൂപം കാണിക്കാൻ ഒരു പടി മാത്രം ബാക്കി നിന്നിരുന്നു. മാളവിക ഒരു നിമിഷം ചുറ്റും നോക്കി. ഇതുവരെ ഒപ്പം നിന്നവരെന്ന് കരുതിയവർ പോലും ഒരു വാക്ക് പറയാൻ തയ്യാറാവാത്തത് അവളുടെ ഉള്ളം തകർത്തു. എന്നാൽ അതേസമയം അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ ഉറപ്പിച്ചതുപോലെ. അവൾ കണ്ണുനീർ തുടച്ചു, ശ്വാസം നന്നായി നിയന്ത്രിച്ചു. എന്നെ വിശ്വാസമില്ലാത്ത ആൾക്കാരോടൊപ്പം ജോലി ചെയ്യാൻ ഞാൻ തയ്യാറല്ല, അവൾ ശാന്തമായി പറഞ്ഞു. അവളുടെ ശബ്ദം വിറച്ചില്ല. അങ്കിൾ, അവൾ വൃദ്ധനെ നോക്കി. എനിക്ക് ഈ ജോലി എത്രത്തോളം അത്യാവശ്യമാണെന്ന് ഈ മാനേജർക്കറിയാം. അതുകൊണ്ടാണ് ഈ അവസ്ഥയിലും എനിക്ക് ലീവ് തരാത്ത ഇയാൾ ചെയ്യുന്ന ക്രൂരതകളെല്ലാം ഞാൻ സഹിച്ചത്. പക്ഷേ ഇപ്പോൾ ഇയാൾ മുതിരുന്നത് എന്നെ കള്ളിയാക്കാനാണ്. ഇവിടെ ജോലി ചെയ്യുന്ന ആർക്കും എന്നെ വിശ്വാസമില്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഒരു മുൻപരിചയവുമില്ലാത്ത അങ്കിൾ എന്നെ വിശ്വസിച്ചത്രയും പോലും ഇവിടെ ആരും വിശ്വസിക്കുന്നില്ലെങ്കിൽ ഈ ജോലി വേണ്ടെന്ന് വെക്കുന്നതാണ് എനിക്ക് നല്ലത്. പട്ടിണി പിന്നെയും സഹിക്കാം, പക്ഷേ അപമാനം ഒരു പരിധി വിട്ടാൽ സഹിക്കാൻ ബുദ്ധിമുട്ടാണ്. അവളുടെ വാക്കുകൾ ഹാളിൽ മന്ദഗതിയിൽ പടർന്നു. അത് ഒരു പ്രതിഷേധമായിരുന്നില്ല, ഒരു പ്രഖ്യാപനമായിരുന്നു. സ്റ്റാഫുകൾ ഒരുമിച്ച് തലകുനിച്ചു നിന്നു. ചിലരുടെ കണ്ണുകളിൽ കുറ്റബോധം തെളിഞ്ഞു. വിഷ്ണുപ്രസാദ് ആ നിമിഷം വിജയത്തിന്റെ ഒരു ചിരി ചിരിച്ചു നിന്നു. കാരണം അവൾ പറഞ്ഞ സത്യം അയാളുടെ അധികാരത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതായിരുന്നെങ്കിലും ഇപ്പോൾ അവൾ ജോലി വേണ്ടെന്ന് പറയുന്നത് അയാൾക്ക് വിജയമായി തോന്നി. അയാൾ ഒരു പടി പോലും പിന്നോട്ടു പോകാൻ തയ്യാറായില്ല. ശരി, നിനക്ക് പോകാം, അയാൾ കടുപ്പത്തോടെ പറഞ്ഞു. അത് തന്നെയാണ് ശരിയായ തീരുമാനം. ഇവിടെ നിന്ന് പുറത്തു പോകുന്നത് തന്നെയാണ് നിനക്ക് നല്ലത്, അയാൾ കൂട്ടിച്ചേർത്തു. മാളവിക തന്റെ ബാഗ് എടുത്തു, ചുവടുകൾ മുന്നോട്ട് വയ്ക്കാൻ ഒരുങ്ങി. എന്നാൽ അവളുടെ കണ്ണുകളിൽ ഭയമില്ലായിരുന്നു, ഒരുതരം ആശങ്ക മാത്രം. എങ്കിലും അവൾ തലയുയർത്തി നിന്നു. ആ നിമിഷം വൃദ്ധൻ വീണ്ടും മൃദുവായി പറഞ്ഞു, മോളെ, മാനേജറുമായി നീ ഉടക്കണ്ട, സംസാരിച്ച് ശരിയാക്കാം. ഇവിടെ ശരിയാക്കാനുള്ളത് ഒന്നുമില്ലെങ്കിൽ. അവളുടെ ശബ്ദത്തിൽ വേദനയുണ്ടായിരുന്നെങ്കിലും അത് ദുർബലതയായിരുന്നില്ല. അത് കണ്ട വിഷ്ണുപ്രസാദ് പെട്ടെന്ന് ഫോൺ എടുത്തു. ഇപ്പോ തന്നെ ഞാൻ ഓണറെ വിളിക്കാം, അയാൾ പറഞ്ഞു. ഇവിടെ ഞാൻ പറയുന്നതല്ലാതെ മറ്റൊരു തീരുമാനവും നിലനിൽക്കില്ല എന്ന ആത്മവിശ്വാസം അയാളുടെ മുഖത്ത് തെളിഞ്ഞിരുന്നു. നമ്പർ ഡയൽ ചെയ്തു. ഫോണ് റിങ് ചെയ്യാൻ തുടങ്ങി. ഹാളിൽ നിൽക്കുന്നവർ ശ്വാസം പിടിച്ചു നിന്നു. മാളവികയുടെ ചുവടുകൾ ഒരു നിമിഷം നിന്നു. അവൾ തിരിഞ്ഞു നോക്കി. അതേസമയം ശാന്തമായി നിന്നിരുന്ന വൃദ്ധൻ തന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. സ്ക്രീനിലേക്ക് ഒന്ന് നോക്കി. ശബ്ദമുയർത്തി ഹലോ എന്ന് പറഞ്ഞു. ഫോൺ അപ്പോഴും വിഷ്ണുപ്രസാദിന്റെ ചെവിയിലിരിക്കുകയായിരുന്നു. ഒരു നിമിഷം സമയം തന്നെ നിശ്ചലമായതുപോലെ അയാൾക്ക് തോന്നി. വിഷ്ണുപ്രസാദിന്റെ കയ്യിൽ നിന്ന് ഫോൺ പതുക്കെ താഴെ വീണു. സ്ക്രീൻ നിലത്തു തട്ടി ചെറിയ ശബ്ദമുണ്ടായി. എന്നാൽ അതിനേക്കാൾ വലിയ ഞെട്ടൽ അയാളുടെ മുഖത്ത് പതിഞ്ഞിരുന്നു. സ്റ്റാഫുകൾ തമ്മിൽ തമ്മിൽ നോക്കി. മാളവിക വിശ്വസിക്കാനാവാതെ വൃദ്ധനെ തന്നെ നോക്കി നിന്നു. വൃദ്ധൻ ഫോൺ ചെവിയിൽ പിടിച്ച് നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഇപ്പോൾ കരുണയല്ല, ഉറച്ച അധികാരം തെളിഞ്ഞിരുന്നു. എന്നോടെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് പറഞ്ഞോളൂ, ഇനി ഫോണിന്റെ ആവശ്യമില്ല. ആ വാക്കുകൾ കേട്ടപ്പോൾ വിഷ്ണുപ്രസാദ് ഒന്നും പറയാനാവാതെ നിന്നു. വൃദ്ധൻ പതുക്കെ മുന്നോട്ട് നടന്നു. ഫോണ് പോക്കറ്റിൽ വെച്ചു. വിഷ്ണുപ്രസാദ്, എന്റെ ക്യാബിനിലേക്ക് വരൂ. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഒരു സാധാരണ ഉപഭോക്താവിന്റെ ശാന്തതയില്ല, അതൊരു ഉത്തരവായിരുന്നു. സ്റ്റാഫുകൾ തമ്മിൽ ചർച്ച ചെയ്യാൻ പോലും ധൈര്യമില്ലാതെ നിന്നു. മാളവികയുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. അവൾക്കിപ്പോഴും മനസ്സിലായില്ല എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന്. വിഷ്ണുപ്രസാദ് വിറച്ച ചുവടുകളോടെ അകത്തേക്ക് നടന്നു. വൃദ്ധൻ പിന്നെ ശാന്തനായി ഹാളിലേക്ക് തിരിഞ്ഞു. മാളവിക, നീ ഇവിടെ തന്നെ ഉണ്ടാകണം എന്ന് പറഞ്ഞു. അവൾ നിശ്ചലയായി നിന്നു. ഹാളിലെ ലൈറ്റുകൾ അപ്പോഴും തിളങ്ങി നിന്നെങ്കിലും അന്തരീക്ഷം മാറിയിരുന്നു. ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് അധികാരത്തിന്റെ ശബ്ദം മുഴങ്ങിയിരുന്ന സ്ഥലത്ത് ഇപ്പോൾ സത്യത്തിന്റെ നിശബ്ദത നിറഞ്ഞിരുന്നു. ബ്ലൂ ഓർക്കിഡ് ബിസ്ട്രോയുടെ അകത്ത് ഒരു മറുപുറം തുറക്കാൻ പോകുന്നുവെന്ന തോന്നൽ എല്ലാവർക്കും ഉണ്ടായി. മാളവികയുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഓടി. ഈ വൃദ്ധൻ ആരാണ്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഇത്ര അധികാരം? എന്താണ് ഇനി നടക്കാൻ പോകുന്നത്? പക്ഷേ ഒരു കാര്യം അവൾക്ക് വ്യക്തമായിരുന്നു, അദ്ദേഹം പറയാതെ അവൾക്കിനി അവിടെ നിന്നും പോകാനാവില്ല. ഹാളിൽ നിന്നിരുന്ന ഓരോരുത്തരും ആ വാതിലിലേക്ക് നോക്കി. അവിടെ അകത്ത് നടക്കുന്നത് അവരുടെ ഭാവിയെ തന്നെ മാറ്റിയേക്കാവുന്ന കാര്യങ്ങളാണെന്ന് അവർക്ക് തോന്നി.
മാളവിക തന്റെ ബാഗ് പിടിച്ചു നിന്നു. പക്ഷേ അവളുടെ ചുവടുകൾ ഇനി പിന്നോട്ടു പോകാൻ തയ്യാറായിരുന്നില്ല. അധികാരത്തിന്റെ കളി ഇപ്പോൾ മാഞ്ഞിരിക്കുന്നു. സത്യത്തിന്റെ വാതിൽ തുറക്കാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. ക്യാബിന്റെ വാതിലടഞ്ഞതോടെ ഹാളിൽ ഒരു അടഞ്ഞ ശ്വാസം പോലെ നിശബ്ദത പടർന്നു. സ്റ്റാഫ് ഓരോരുത്തരും തമ്മിൽ നോക്കിയെങ്കിലും ആരുമൊന്നും സംസാരിച്ചില്ല. മാളവിക ബാഗ് കയ്യിൽ പിടിച്ചു നിന്നു. എന്നാൽ ഇനി പോകണമോ നിൽക്കണമോ എന്ന ആശയക്കുഴപ്പം അവളുടെ മനസ്സിൽ നിന്നു മാറിയിരുന്നു. എന്തോ നിർണായകമായ കാര്യം നടക്കാനിരിക്കുകയാണെന്ന തോന്നൽ അവളെ അവിടെ പിടിച്ചു നിർത്തി. ചില നിമിഷങ്ങൾക്ക് ശേഷം ക്യാബിന്റെ വാതിൽ വീണ്ടും തുറന്നു. ആദ്യം പുറത്തേക്ക് വന്നത് വിഷ്ണുപ്രസാദായിരുന്നു. അയാളുടെ മുഖത്ത് ആത്മവിശ്വാസത്തിന്റെ ഛായയില്ല. പകരം ഒരു അടക്കിപ്പിടിച്ച ആശങ്ക മാത്രം. പിന്നെ വൃദ്ധൻ പുറത്തേക്ക് നടന്നു വന്നു. അദ്ദേഹം ഒരു നിമിഷം ഹാളിൽ നിന്നിരുന്നവരെ നോക്കി. പിന്നെ പതുക്കെ തന്റെ കൈ താടിയിലേക്ക് നീട്ടി. എല്ലാവരും ആശയക്കുഴപ്പത്തോടെ നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹം താടി പതുക്കെ അഴിച്ചുമാറ്റി. അത് കൃത്രിമമാണെന്ന് അപ്പോൾ മാത്രമാണ് എല്ലാവർക്കും മനസ്സിലായത്. പിന്നെ തലയിലുണ്ടായിരുന്ന മുടിയും അഴിച്ചു. ലളിതമായ ഷർട്ടും മുണ്ടും അഴിച്ചപ്പോൾ അതിനിടയിൽ നന്നായി ഒതുങ്ങിയ കോട്ടും സ്യൂട്ടും പ്രത്യക്ഷപ്പെട്ടു. തല ഉയർത്തിപ്പിടിച്ച നിലയിൽ നിൽക്കുന്ന ആ വ്യക്തിയെ കണ്ടപ്പോൾ ചിലർ വായ മൂടി നിന്നു. ചിലർ പതുക്കെ മന്ത്രിച്ചു, ശങ്കരനാരായണൻ സർ, ബ്ലൂ ഓർക്കിഡ് ബിസ്ട്രോയുടെ ഉടമ. വർഷങ്ങളായി വലിയ ബിസിനസ് മീറ്റിംഗുകളിലും പത്രങ്ങളിലും മാത്രം കണ്ടിരുന്ന ആ മുഖം അവരുടെ മുന്നിൽ തന്നെ നിൽക്കുകയായിരുന്നു. മാളവികയുടെ ഹൃദയം വീണ്ടും വേഗത്തിൽ മിടിച്ചു. അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇതുവരെ കരുണയോടെ തന്നെ പിന്തുണച്ച ആ വൃദ്ധൻ തന്നെയാണ് ഈ സ്ഥാപനത്തിന്റെ യഥാർത്ഥ ഉടമ. ശങ്കരനാരായണൻ ശാന്തനായി മുന്നോട്ട് നടന്നു. വിഷ്ണുപ്രസാദിനെ നോക്കി. നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടു. അദ്ദേഹത്തിന്റെ ശബ്ദം ഗംഭീരവും നിയന്ത്രിതവുമായിരുന്നു. ഒരു ജീവനക്കാരിയെ കുറ്റപ്പെടുത്തുന്നതിനു മുമ്പ് തെളിവ് വേണമെന്ന് നിങ്ങൾക്കറിയില്ലേ? വിഷ്ണുപ്രസാദ് എന്തോ വിശദീകരിക്കാൻ ശ്രമിച്ചു. സർ, ഞാൻ സ്ഥാപനത്തിന്റെ സുരക്ഷയ്ക്കായി. എന്നാൽ അദ്ദേഹം കൈ ഉയർത്തി അയാളെ തടഞ്ഞു. സുരക്ഷയുടെ പേരിൽ ഇവിടെയുള്ള ജീവനക്കാരെ അപമാനിക്കാൻ ഞാൻ ആർക്കും അധികാരം തന്നിട്ടില്ല. അദ്ദേഹം ഹാളിലെ ജീവനക്കാരെ മുഴുവൻ നോക്കി. ഞാൻ ഇന്ന് ഇവിടെ വന്നത് ആരും അറിയാതെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു പരാതി എനിക്ക് ലഭിച്ചിരുന്നു. ഇവിടെ ജീവനക്കാരോട് മാന്യതയില്ലാതെ പെരുമാറുന്നു എന്ന്. ഞാനത് നേരിട്ട് കാണണമെന്ന് തോന്നി ഇറങ്ങിയതാണ്. ആ വാക്കുകൾ കേട്ട് ചിലരുടെ മുഖത്ത് ലജ്ജ തെളിഞ്ഞു. ശങ്കരനാരായണൻ തുടർന്നു, ഒരു പേഴ്സ് കാണാതായാൽ എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് കാണണമായിരുന്നു. അദ്ദേഹം കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്ത് മേശപ്പുറത്ത് വെച്ചു. ഇത് കളഞ്ഞിട്ടില്ല. ഹാളിൽ ഒരു ഞെട്ടൽ പടർന്നു. ഞാൻ പേഴ്സ് കാണാതായി എന്ന് കള്ളം പറഞ്ഞതാണ്, അദ്ദേഹം ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ചെറിയൊരു പരീക്ഷണം. ഒരു സാധാരണ ആരോപണമുയർന്നാൽ ഇവിടെ ആരാണ് സത്യത്തിനൊപ്പം നിൽക്കുന്നത്? ആരാണ് ഭയന്ന് മിണ്ടാതെ നിൽക്കുന്നത്? ആരാണ് അധികാരം കാണിച്ച് ദുർബലനെ തകർക്കാൻ ശ്രമിക്കുന്നത് എന്ന് എനിക്കറിയണമായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ വിഷ്ണുപ്രസാദിന്മേൽ പതിഞ്ഞു. നിങ്ങൾ ഒന്നും ആലോചിച്ചില്ല, കുറ്റമങ്ങ് ഉറപ്പിച്ചു. പിന്നെ ജീവനക്കാരോട് തിരിഞ്ഞു. നിങ്ങൾ പലരും മിണ്ടാതെ നിന്നു. അത് ഭയമായിരിക്കാം, പക്ഷേ മൗനം പോലും അനീതിയുടെ ഭാഗമാണ്. ആ വാക്കുകൾ ഹാളിൽ ഒരു ഭാരമായി പതിഞ്ഞു. മാളവിക ശാന്തയായി നിന്നു. അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞിരുന്നെങ്കിലും അവൾ അപ്പോൾ തകർന്നിരുന്നില്ല. ശങ്കരനാരായണൻ അവളെ നോക്കി പറഞ്ഞു, നീ ജോലി നഷ്ടമാകുമെന്ന് അറിഞ്ഞിട്ടും തല ഉയർത്തി നിന്നു. അതാണ് ഒരു നേതാവിന്റെ ആദ്യ ഗുണം. അവൾ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ആ വാക്കുകൾ അവളുടെ ഉള്ളിൽ സന്തോഷത്തിന്റെ നേർത്ത കണങ്ങൾ തൂവി. വിഷ്ണുപ്രസാദ്, അദ്ദേഹം വീണ്ടും വിളിച്ചു, ഇനി മുതൽ നിങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല. ആ വാക്കുകൾ വ്യക്തവും നിർണായകവുമായിരുന്നു. മാനേജർ തല കുനിച്ചു നിന്നു. മറുപടി പറയാൻ അയാൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ശങ്കരനാരായണൻ എല്ലാവരുടെയും മുന്നിൽ പ്രഖ്യാപിച്ചു, ഇനി മുതൽ ബ്ലൂ ഓർക്കിഡ് ബിസ്ട്രോയുടെ മാനേജർ മാളവികയാണ്. ഒരു നിമിഷം ഹാളിൽ ശബ്ദമില്ലാതായി. പിന്നെ എല്ലാവരും ആശ്ചര്യത്തോടെ ഒരുമിച്ച് മാളവികയെ നോക്കി. മാളവിക ശ്വാസം പോലും എടുക്കാൻ കഴിയാതെ അതിശയിച്ചു നിൽക്കുകയായിരുന്നു. സർ, ഞാനോ? അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. അതെ, അദ്ദേഹം പറഞ്ഞു. വേദന സഹിച്ചും സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്കാണ് നേതൃത്വ പാടവം കൂടുതൽ. അത് മാളവികയ്ക്കുണ്ട്. അദ്ദേഹം ജീവനക്കാരോട് മുന്നറിയിപ്പ് നൽകി. ഇനി അനീതി കണ്ടാൽ ഉടനെ അറിയിക്കണം. ആരുടെയും ശബ്ദം ഇവിടെ അടിച്ചമർത്തപ്പെടില്ല. അത് സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ എന്റേതാണ്. പക്ഷെ മിണ്ടാതെ നിന്നാൽ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങളുടേതായിരിക്കും. ആ വാക്കുകൾ എല്ലാവരെയും ചിന്തിപ്പിച്ചു. മുൻപ് തെറ്റിദ്ധരിച്ച് പിരിച്ചുവിട്ട എല്ലാ ജീവനക്കാരെയും ഞാൻ തിരികെ വിളിക്കും, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇവിടെ തെറ്റുകൾ തിരുത്തപ്പെടും. ചിലരുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. കാരണം അവർ ആ അനീതിയുടെ സാക്ഷികളായിരുന്നു. ശങ്കരനാരായണൻ അവസാനം മാളവികയോട് പറഞ്ഞു, നിനക്ക് 1 മാസം സാലറിയോടെ വിശ്രമം തരുന്നു. ആരോഗ്യമാണ് പ്രധാനം.
പിന്നെ നിന്റെ ശക്തമായ തിരിച്ചുവരവ്. ഒരു മാസത്തിന് ശേഷം നിന്റെ ശക്തമായ തിരിച്ചുവരവിന് ഞങ്ങൾ കാത്തിരിക്കും. അവൾ തലകുനിച്ചു. അവൾക്ക് വാക്കുകൾ കണ്ടെത്താനായില്ല. ബ്ലൂ ഓർക്കിഡ് ഡിസ്ട്രോയുടെ ഹാളിൽ അന്ന് ഒരു പേഴ്സ് കണ്ടെത്തിയ സംഭവമല്ല അരങ്ങേറിയത്. ഒരു സത്യം കണ്ടെത്തപ്പെട്ടു. ഒരു സ്ഥാപനത്തിന്റെ ആത്മാവും തിരികെ കിട്ടി. മാളവികയുടെ ഉള്ളിൽ ഒരു പുതിയ ശക്തി ജനിച്ചു. അത് പദവിയുടെ ശക്തിയല്ല, ആത്മാഭിമാനത്തിന്റെ ശക്തിയായിരുന്നു. അവൾ വാതിലിലേക്ക് നടന്നു പോകുമ്പോൾ ആകാശത്തെ മേഘങ്ങൾ മാറി വെളിച്ചം തെളിഞ്ഞിരുന്നു. അന്ന് അവൾ മനസ്സിലാക്കി, അപമാനം താൽക്കാലികമാണ്, പക്ഷേ സത്യം സ്ഥിരമാണ്. ഒരാൾ വിശ്വസിച്ചാൽ അത് മതിയാവും. ആ വിശ്വാസത്തിന് ജീവിതം തന്നെ മാറ്റാൻ കഴിയും. ബ്ലൂ ഓർക്കിഡ് ബിസ്ട്രോയുടെ ഹാളിൽ ആ ദിവസമുണ്ടായ മാറ്റം വെറുമൊരു മാനേജറെ പുറത്താക്കലിൽ അവസാനിച്ചില്ല. അതൊരു അന്തരീക്ഷത്തിന്റെ മാറ്റമായിരുന്നു. ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് സംശയവും ഭയവും നിറഞ്ഞിരുന്ന അതേ സ്ഥലം ഇപ്പോൾ ശാന്തവും ഗൗരവപൂർണവുമായി തോന്നി. പക്ഷേ ആ ശാന്തത ആഘോഷത്തിന്റേതല്ല, തിരിച്ചറിവിന്റേതായിരുന്നു. ഓരോ ജീവനക്കാരനും തങ്ങളുടെ ഉള്ളിലേക്ക് നോക്കേണ്ടി വന്ന നിമിഷമായിരുന്നു അത്. മാളവിക അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. ശങ്കരനാരായണൻ വീണ്ടും മുന്നോട്ട് വന്നു. അദ്ദേഹത്തിന്റെ ശബ്ദം ഇപ്പോൾ കടുപ്പമില്ലാത്തതായിരുന്നു. ഇന്ന് ഇവിടെ സംഭവിച്ചതിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും എന്താണ് പഠിച്ചത്? അദ്ദേഹം ചോദിച്ചു. ആരും മറുപടി നൽകിയില്ല. അദ്ദേഹം തുടർന്നു. ഒരു ആരോപണമുയർന്നപ്പോൾ സത്യം പരിശോധിക്കാതെ പകരം ആരെയെങ്കിലും ദുർബലനായി കാണുന്നത് എളുപ്പമാണ്. ഒരു സ്ഥാപനത്തെ നിലനിർത്തുന്നത് ഭയമല്ല, വിശ്വാസമായിരിക്കണം. അദ്ദേഹം മാളവികയെ നോക്കി. നീ കരഞ്ഞെങ്കിലും അവസാനം ഉചിതമായ തീരുമാനമെടുത്തു. അവളുടെ കണ്ണുകളിൽ വീണ്ടും നനവ് തെളിഞ്ഞു. നീ ഒറ്റയ്ക്കാണെന്ന് തോന്നിയ നിമിഷത്തിൽ പോലും സത്യം വിട്ടുകൊടുത്തില്ല, അദ്ദേഹം പറഞ്ഞു. നേതൃത്വം എന്നത് അധികാരത്തിന്റെ കസേരയിൽ ഇരിക്കുന്നത് മാത്രമല്ല, തെറ്റിനെ നേരിട്ട് ചോദ്യം ചെയ്യാൻ കഴിയുന്ന ധൈര്യമാണ്. ആ വാക്കുകൾ ഹാളിൽ നിൽക്കുന്ന എല്ലാവരും വ്യക്തമായി കേട്ടു. ജീവനക്കാരിൽ ഒരാൾ പതുക്കെ പറഞ്ഞു, സർ, ഞങ്ങൾക്ക് ഭയമായിരുന്നു. ശങ്കരനാരായണൻ തലയാട്ടി. ഭയം സ്വാഭാവികമാണ്, പക്ഷേ മൗനം അനീതിക്ക് ശക്തിയാകും. അദ്ദേഹം മറുപടി നൽകി. ഇനി ഇവിടെ ആരും മിണ്ടാതിരിക്കരുത്. നിങ്ങൾക്ക് മുന്നിൽ കാണുന്ന തെറ്റ് ചെറുതാണെന്ന് തോന്നിയാൽ പോലും അത് പറയണം, ഇല്ലെങ്കിൽ അത് വളരും. മാളവിക ശാന്തയായി മുന്നോട്ട് വന്നു. സർ, എനിക്ക് ഈ സ്ഥാനം വലിയ ഉത്തരവാദിത്തമാണ്. ഞാൻ ഒരിക്കലും ആരെയും ഞാൻ അനുഭവിച്ചതുപോലെ അനുഭവിപ്പിക്കില്ല. അവളുടെ ശബ്ദത്തിൽ ഗൗരവമുണ്ടായിരുന്നു. അത് ഒരു വാഗ്ദാനമായിരുന്നു. ശങ്കരനാരായണൻ ചെറിയൊരു പുഞ്ചിരിയോടെ തലയാട്ടി. അതാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചതും, അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പിന്നീട് പേഴ്സ് വീണ്ടും പോക്കറ്റിൽ വെച്ചു. ഇത് വെറും ഒരു പരീക്ഷണം മാത്രമായിരുന്നു. ഒരു ചെറിയ സാഹചര്യത്തിൽ പോലും മനുഷ്യരുടെ സ്വഭാവം തുറന്നു കാട്ടപ്പെടും. ചിലർ അധികാരം ഉപയോഗിക്കും, ചിലർ മിണ്ടാതിരിക്കും, ചിലർ സത്യം പറയും. ഇന്ന് ഞാൻ കണ്ടത് എനിക്ക് വേണ്ട ഉത്തരമായിരുന്നു. ഹാളിൽ നിന്നിരുന്നവർക്ക് അപ്പോൾ എല്ലാം വ്യക്തമായിരുന്നു. പേഴ്സ് നഷ്ടമായിട്ടില്ല, പക്ഷെ അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടിരുന്നു. അത് തിരികെ കണ്ടെത്തേണ്ടത് ഇപ്പോൾ അവരുടെ ഉത്തരവാദിത്തമാണ്. വിഷ്ണുപ്രസാദ് അകലെ നിൽക്കുകയായിരുന്നു. അയാളുടെ മുഖത്ത് ആത്മവിശ്വാസമില്ല. കാരണം അധികാരം ഉപയോഗിച്ച് നിലനിൽക്കാൻ കഴിയില്ലെന്ന് അയാൾ മനസ്സിലാക്കിയിരുന്നു. ശങ്കരനാരായണൻ അവസാനമായി പറഞ്ഞു, ഒരു സ്ഥാപനത്തെ ഉയർത്തുന്നത് ലാഭമല്ല, മനുഷ്യരുടെ മാന്യതയാണ്. ആ വാക്കുകൾ ബ്ലൂ ഓർക്കിഡ് ബിസ്ട്രോയുടെ ചുമരുകളിൽ തന്നെ പതിഞ്ഞതുപോലെ തോന്നി. മാളവിക പുറത്തേക്ക് നടന്നു പോകുമ്പോൾ ആകാശത്തെ മേഘങ്ങൾ മാറിയിരുന്നു. വെളിച്ചം തെളിഞ്ഞിരുന്നു. അവൾ ഒരു ദീർഘനിശ്വാസം എടുത്തു. ഇന്നലെ വരെ അപമാനവും ഭയവും പേറി നടന്നിരുന്ന അവൾക്ക് ഇന്ന് ഒരു പുതിയ തിരിച്ചറിവ് ലഭിച്ചു. ജോലി അവൾക്ക് ആവശ്യമുണ്ട്, പക്ഷെ അതിനേക്കാൾ അവൾക്ക് ആവശ്യമായത് ആത്മാഭിമാനമാണ്. അത് നഷ്ടപ്പെട്ടാൽ ബാക്കി ഒന്നിനും വിലയില്ല. ഒരു മാസം വിശ്രമം ലഭിച്ചതിനാൽ അവൾ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അമ്മയുടെ മുഖത്ത് ആശങ്കയല്ല, അഭിമാനം കാണാൻ അവൾക്ക് സാധിച്ചു. സഹോദരന്റെ കണ്ണുകളിൽ ഭയമല്ല, പ്രചോദനമാണ് അവൾക്ക് മനസ്സിലായി. ഒരാളുടെ വിശ്വാസത്തിന് മറ്റൊരാളുടെ ജീവിതം മാറ്റാൻ കഴിയും. ഇന്ന് ഒരു വൃദ്ധൻ അവളെ വിശ്വസിച്ചു. ആ വിശ്വാസം അവളെ തകർത്തിടത്ത് നിന്ന് ഉയർത്തി. ബ്ലൂ ഓർക്കിഡ് ബിസ്ട്രോയുടെ വാതിൽ പതുക്കെ അടഞ്ഞപ്പോൾ അകത്ത് ഒരു പുതിയ തുടക്കം ആരംഭിച്ചിരുന്നു. ഇനി അവിടെ ജോലി ചെയ്യുന്നവർക്ക് ജോലി മാത്രമല്ല ചെയ്യേണ്ടത്, വിശ്വാസം നിലനിർത്തേണ്ടതുമുണ്ട്. മാളവികയുടെ ജീവിതം ഇനി പഴയ പോലെ ആയിരിക്കില്ല. അവൾക്കൊരു പദവി ലഭിച്ചു. അതിനേക്കാൾ വലിയൊരു പാഠം ലഭിച്ചു. അധികാരം ഭീഷണിയാൽ നിലനിൽക്കില്ല, സത്യം അടിച്ചമർത്താൻ കഴിയില്ല, വിശ്വാസം നൽകിയാൽ അതൊരാളെ ഉയർത്തും. ആ ദിവസത്തിന്റെ യഥാർത്ഥ വിജയം മാനേജർ മാറിയതല്ല, മറിച്ച് ഒരു സ്ഥാപനത്തിന്റെ ആത്മാവ് തിരികെ ലഭിച്ചതാണ്. മാളവിക തല ഉയർത്തി നടന്നപ്പോൾ അവൾക്കറിയാമായിരുന്നു, ആത്മാഭിമാനം സംരക്ഷിക്കാൻ കഴിയുന്നിടത്താണ് യഥാർത്ഥ വിജയം. വിശ്വാസം നിലനിൽക്കുന്നിടത്താണ് ഒരു ജീവിതം പുനർജനിക്കുന്നത്.